ഇന്ധനവില വീണ്ടും കൂടിയിരിക്കുകയാണ്. പെട്രോളിന് 86 പൈസയും ഡീസൽ 83 പൈസയും കൂട്ടി. 10 ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. വിനീത വിജിയുടെ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനീത, ക്ഷാമമില്ല, പ്രതിസന്ധിയില്ല എന്നൊക്കെ കേന്ദ്ര സർക്കാർ ഒരു വശത്ത് പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഈ വിലവർധന, പാചകവാതകത്തിന്റെ വിലവർധന, പിന്നീട് ഇപ്പോൾ ഇന്ധന വിലവർധന, ഇതിപ്പോൾ രണ്ടാം തവണയാകുന്നു. ആകപ്പാടെ ബുദ്ധിമുട്ടാകുന്ന തീരുമാനങ്ങളാണ് വരുന്നത്. ഗൂഗിൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ ആകപ്പാടെ, ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ അവരെ ആകപ്പാടെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് ഈ വിലവർധനവിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ക്ഷാമമില്ലെന്ന് കേന്ദ്രം ആവർത്തിക്കുമ്പോഴും ഇതാ 10 ദിവസത്തിനിടയിൽ വീണ്ടും ഇന്ധന വിലവർധനവ് ഉണ്ടായിരിക്കുന്നു. നേരിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ 10 ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് വർധനവുണ്ടായിരിക്കുന്നത്. നേരത്തെ 3 രൂപ വീതമൊക്കെ വർധനവുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നേരിയ വർധനവ് കൂടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇന്ധനക്ഷാമം ഇല്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ പക്കൽ ആവശ്യത്തിനുള്ള LPG-യും അസംസ്കൃത എണ്ണയും ഒക്കെ മതിയായ അളവിൽ ലഭ്യമാണ് എന്ന് കേന്ദ്ര സർക്കാർ വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു നേരിയ വർധനവ് കൂടി ഉണ്ടായിരിക്കുന്നത്. ഗൂഗിൾ ശരി, ഏതായാലും 10 ദിവസത്തിനിടയിലെ രണ്ടാമത്തെ വർധനയാണ്. ജനങ്ങൾക്ക് വലിയ ഭാരമായി മാറുന്നുണ്ട്. പല ഇന്ധന വിലവർധനയ്ക്കും പാചകവാതക വിലവർധനയ്ക്കും പിന്നാലെ മറ്റ് പല സാധനങ്ങളുടെയും വില കൂടിയതാണ്. ഭക്ഷ്യവസ്തുക്കളുടെ അടക്കം, ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ അടക്കം വില കൂടിയതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.